ഹരേ കൃഷ്ണ. പരീക്ഷണം ചൊല്ലാമല്ലോ അല്ലേ? ചൊല്ലാം. ഓം അജ്ഞാനതിമിരാന്തസ്യ അജ്ഞാനാഞ്ജനശലായ ചക്ഷുർമീലിതമേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരുവും ശ്രീയുതപദകമലം ശ്രീഗുരുമൈഷ്ടമാംശ ശ്രീരൂപം സാങ്കജാതം സഗണലളിത ശ്രീവിശാഖനിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. സപ്തകാഞ്ജന ഗൗരംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നാമിനെ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ മനസ്സിലായ. അപ്പൊ ജയ ഭഗവാനെ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ശ്രീ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോ നമുക്ക് ഇന്ന് വായന കണ്ടിന്യൂ ചെയ്യാം. പ്രഭു എപ്പോഴാണ് അവൈലബിൾ ആവണേന്ന് നമുക്ക് നോക്കാം. ഇപ്പോ ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 13 ശ്ലോകം 61 വരെയാണ് നമ്മൾ വായിച്ചത്. കഴിഞ്ഞ ദിവസം 61ന്റെ വലിയ ഭാവാർത്ഥം കൂടി വായിച്ചു നിർത്തിയതാണ്. അപ്പൊ 62 മുതലാണ് നമ്മൾ തുടർന്ന് വായിക്കേണ്ടത്. 62 മുതൽ നമുക്ക് ആരെങ്കിലും വായിക്കാം. വായിക്കാൻ? വായിച്ചോളൂ, സമയം വേസ്റ്റ് ആകണ്ട. ഗോപാൽ പറഞ്ഞു. അതെ, ആരും ഇല്ലെങ്കിൽ ഞാൻ വായിക്കാം. വായിച്ചോളൂ. ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വായിക്കാം. അത് വേണം. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ചൈതന്യ ചരിതാമൃതം ശ്ലോകം 62 ആദിലീല. അസംഖ്യാഭക്തേര കരയില അവതാര ശേഷേ അവതീർണ ഹൈല വ്രജേന്ദ്രകുമാര. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. ആദ്യം അസംഖ്യം ഭക്തന്മാരെ അവതരിപ്പിച്ച ശേഷം വ്രജേന്ദ്രകുമാരനായ ശ്രീകൃഷ്ണൻ സ്വയം അവതീർണനായി. ശ്ലോകം 63. ഇതിന് ഭാവാർത്ഥം ഇല്ല കേട്ടോ. ശ്ലോകം 63. ശ്രീല പ്രഭുപാദ് കി ജയ്. പ്രഭുര ആവിർഭാവ പൂർവേ യഥാ വൈഷ്ണവ ഗണ അദ്വൈത ആചാര്യേര സ്ഥാനേ ഖരേന ഗമനാം. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. മഹാപ്രഭുവിന്റെ ആവിർഭാവത്തിനു മുമ്പേ നവദ്വീപിലെ ഭക്തന്മാരെല്ലാം പതിവായി അദ്വൈതാചാര്യന്റെ ഗൃഹത്തിൽ ഒത്തുചേരുമായിരുന്നു. ശ്ലോകം 64. ഗീത ഭാഗവത കഹേ ആചാര്യ ഗോസായി ജ്ഞാനകർമ്മ നിന്ദി കരേ ഭക്തിരഭടായി. വിവർത്തനം. വൈഷ്ണവരുടെ ഈ സംഗമത്തിൽ അദ്വൈത ആചാര്യൻ പതിവായി ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതവും പാരായണം ചെയ്യുകയും ജ്ഞാനകർമ്മ, അതായത് ഫലേച്ഛാകർമ്മം മാർഗങ്ങളെ അപലപിച്ച് ഭക്തിയോഗത്തിന്റെ പരമശ്രേഷ്ഠതയെ സമർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ശ്ലോകം 65. സർവശാസ്ത്രേ കഹേ കൃഷ്ണ ഭക്തിര വ്യാഖ്യാന ജ്ഞാനയോഗ തപോധർമ്മ നാഹിമാനെ ആന. വിവർത്തനം. വേദശാസ്ത്രങ്ങളിലുടനീളം ഭക്തിപരിത ഭഗവത് സേവനത്തെക്കുറിച്ച് വിവരിക്കുന്നു. അതിനാൽ കൃഷ്ണഭക്തന്മാർ ജ്ഞാനയോഗം, അഷ്ടാംഗയോഗം, അനാവശ്യമായ തപശ്ചര്യകൾ, മതാനുഷ്ഠങ്ങൾ എന്ന പേരിലുള്ള ആചാരങ്ങൾ എന്നിവ അംഗീകരിക്കുന്നില്ല. ഭക്തിഭരിത സേവനമല്ലാതെ മറ്റൊന്നും അവർ സ്വീകരിക്കുന്നില്ല. ഭാവാർത്ഥം.
നമ്മുടെ കൃഷ്ണാബോധ പ്രസ്ഥാനം ഈ തത്വം പിന്തുടരുന്നു. നാം ആത്മസാക്ഷാത്കാരത്തിനായി ഭക്തിയുത സേവനത്തിനല്ലാതെ വേറൊരു മാർഗവും അംഗീകരിക്കില്ല. ചിലപ്പോൾ ജ്ഞാനത്തിന്റെയും യോഗത്തിന്റെയും തപസ്സിന്റെയും ധർമ്മത്തിന്റെയും പിന്തുടർച്ചക്കാരായ വിഭാഗങ്ങൾ ഞങ്ങളെ വിമർശിക്കാറുണ്ട്. ഭാഗ്യവശാൽ ഞങ്ങൾക്ക് അവരുമായി യാതൊരുവിധ വിട്ടുവീഴ്ചയും ഉണ്ടാക്കാൻ കഴിയില്ല. ഞങ്ങൾ ഭക്തിയുടെ തലത്തിൽ മാത്രം നിലകൊള്ളുകയും അതേ തത്വങ്ങൾ ലോകത്തിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ശ്ലോക 66. താൻഡ്ര സംഗേ ആനന്ദ കരേ വൈഷ്ണവരേ ഗണ കൃഷ്ണ കഥ കൃഷ്ണ പൂജ നാമ സങ്കീർത്തന. വിവർത്തനം: അദ്വൈത ആചാര്യന്റെ ഭവനത്തിൽ ഒത്തുചേർന്ന വൈഷ്ണവർ കൃഷ്ണകഥ, കൃഷ്ണപൂജ, കൃഷ്ണനാമ സങ്കീർത്തനം എന്നിവയിലൂടെ സദാ ആനന്ദിച്ചു. ഭാവാർത്ഥം: ഈ തത്വങ്ങളിൽ മാത്രമാണ് കൃഷ്ണാബോധ പ്രസ്ഥാനം മുന്നോട്ടു പോകുന്നത്. കൃഷ്ണനെ കുറിച്ച് സംസാരിക്കുകയും കൃഷ്ണനെ ആരാധിക്കുകയും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയുമല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു വ്യവഹാരവുമില്ല. ശ്ലോകം 67. കിന്തു സർവലോകാ ദേഖി കൃഷ്ണ ബഹിർമുഖ വിഷയേ നിമഗ്ന ലോകാ ദേഖി പായ ദുഃഖ. വിവർത്തനം: എന്നാൽ കൃഷ്ണാബോധമില്ലാത്ത ജനങ്ങൾ ഭൗതികമായ ഇന്ദ്രിയാസ്വാദനത്തിൽ മുഴുകിക്കഴിയുന്നതു കണ്ട അദ്വൈതാചാര്യൻ ദുഃഖിതനായി. ഭാവാർത്ഥം: ഒരു യഥാർത്ഥ കൃഷ്ണഭക്തൻ എല്ലായ്പ്പോഴും ലോകത്തിന്റെ പതിതാവസ്ഥ കണ്ട് വേദനിക്കുന്നു. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പതിവായി ഇങ്ങനെ പറയുമായിരുന്നു: ഈ ലോകത്തിൽ ഒന്നിനും ക്ഷാമമില്ല, ക്ഷാമമുള്ളത് കൃഷ്ണാബോധത്തിന് മാത്രമാണ്. എല്ലാ പരിശുദ്ധ ഭക്തന്മാരുടെയും കാഴ്ചപ്പാട് അതാണ്. മനുഷ്യ സമൂഹത്തിൽ കൃഷ്ണാബോധത്തിന്റെ അഭാവം മൂലം ജനങ്ങൾ അജ്ഞാനത്തിന്റെയും ഇന്ദ്രിയാസുഖത്തിന്റെയും സമുദ്രത്തിൽ മുങ്ങിത്താഴ്ന്ന് ഭീകരമായി ക്ലേശിക്കുന്നു. ഇത് കണ്ടു നിൽക്കുന്ന ഭക്തൻ ലോകത്തിന്റെ ഈ സ്ഥിതിയിൽ വളരെയധികം ദുഃഖിക്കുന്നു. 68 ശ്ലോകം. ലോകേര നിസ്താര ഹേതു കരേന ചിന്തന കേമതേ ഏ സഭ ലോകേര ഹൈബതാരണ. വിവർത്തനം: ലോകത്തിന്റെ ഈ അവസ്ഥ കണ്ട അവിടുന്ന് ജനങ്ങളെ എങ്ങനെ മായയുടെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുമെന്ന് ഗൗരവപൂർവ്വം ചിന്തിക്കാൻ തുടങ്ങി. ശ്ലോകം 69. കൃഷ്ണാവതാരി കരേന ഭക്തിര വിസ്താര തബേത സകല ലോകേര ഹൈബ നിസ്താര. വിവർത്തനം: അദ്വൈതാചാര്യൻ ചിന്തിച്ചു, ഭക്തി സമ്പ്രദായം വിതരണം ചെയ്യുന്നതിന് കൃഷ്ണൻ സ്വയം പ്രത്യക്ഷനായാൽ മാത്രമേ എല്ലാ ജനങ്ങളുടെയും മോചനം സാധ്യമാവുകയുള്ളൂ. ഭാവാർത്ഥം: ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ വിടുവിക്കാൻ ഭരണത്തിന്റെ മുഖ്യ നിർവഹണാധികാരിയായ പ്രസിഡന്റിന്റെയോ രാജാവിന്റെയോ പ്രത്യേക ആനുകൂല്യത്തിനു മാത്രമേ കഴിയൂ എന്നതുപോലെ കലിയുഗത്തിലെ ശിക്ഷിക്കപ്പെട്ട ജനങ്ങളെ മോചിപ്പിക്കാൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനോ അല്ലെങ്കിൽ അതിനായി അവിടുന്ന് തന്നെ പ്രത്യേകം അധികാരപ്പെടുത്തിയ ഒരു വ്യക്തിക്കോ മാത്രമേ കഴിയൂ. ഈ യുഗത്തിലെ പതിതരായ ആത്മാക്കളെ മോചിപ്പിക്കാൻ ഭഗവാൻ സ്വയം അവതരിക്കണമെന്ന് അദ്വൈത പ്രഭു ആഗ്രഹിച്ചു. വേറെ ആരെങ്കിലും വായിച്ചോട്ടെ പ്രഭു? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ. ഹരേ കൃഷ്ണ. ശ്ലോകം 69. 70 മാതാജി. ഹരേ കൃഷ്ണ മാതാജി. 70. ശ്ലോകം 70. കൃഷ്ണാവതാരിതേ ആചാര്യ പ്രതിജ്ഞ കരിയ കൃഷ്ണ പൂജ കരേ തുളസി ഗംഗ ജലദിയ. ട്രാൻസ്ലേഷൻ ബൈ ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: ഈ ചിന്തയോടെ അദ്വൈതാചാര്യൻ കൃഷ്ണന്റെ അവതാരത്തിന് വേണ്ടി പ്രതിജ്ഞാബദ്ധനായി കൃഷ്ണ ഭഗവാനെ തുളസീദളങ്ങളും ഗംഗാജലങ്ങളും അർപ്പിച്ച് പൂജിക്കാൻ തുടങ്ങി. ഭാവാർത്ഥം: പ്രഭുപാദ് കി ജയ്. പരമദിവ്യോത്തമ കൃഷ്ണനായ ഭഗവാനെ ആരാധിക്കുന്നതിന് തുളസീദളങ്ങളും ഗംഗാജലവും കഴിയുമെങ്കിൽ അല്പം ചന്ദനക്കുഴമ്പും പര്യാപ്തമായ അനുസാരികളാണ്.
ഭഗവത്ഗീതയിൽ 9:26 ഭഗവാൻ പറയുന്നു, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയശ്ചതി തദഹം ഭക്ത്യുപഹൃതം അസ്നാമി പ്രയതാത്മനഃ. സ്നേഹത്തോടും ഭക്തിയോടും കൂടി ഒരാൾ എനിക്ക് അർപ്പിക്കുന്നത് എന്തും, ഇലയോ പൂവോ ഫലമോ ജലമോ ആകട്ടെ, ഞാനത് സ്വീകരിക്കും. ഈ തത്വം പിന്തുടർന്ന് അദ്വൈത പ്രഭു ഭഗവാൻ കൃഷ്ണനെ തുളസീദളങ്ങളും ഗംഗാജലവും കൊണ്ട് സംപ്രീതനാക്കി. ശ്ലോകം 71. കൃഷ്ണേര ആഹ്വാനകരേ സഖന ഹുങ്കാര ഹുങ്കാരേ ആകൃഷ്ട ഹൈല ബ്രജേന്ദ്രകുമാര. ട്രാൻസ്ലേഷൻ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അവിടുന്ന് ഉച്ചത്തിൽ വിലപിച്ചുകൊണ്ട് കൃഷ്ണനോട് പ്രത്യക്ഷനാകാൻ ആഹ്വാനം ചെയ്തു. ആവർത്തിച്ചുള്ള ഈ ക്ഷണം കൃഷ്ണനെ ആകർഷിക്കുകയും അവതരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ശ്ലോകം 72. ജഗന്നാഥ മിശ്രപത്നി ശചീര ഉദരേ അഷ്ടകന്യാക്രമേ ഹൈല ജന്മി ജന്മീമരേ. ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം. മഹാപ്രഭുവിന്റെ ജന്മത്തിനു മുമ്പ് ജഗന്നാഥ മിശ്രയുടെ പത്നി ശചി മാതാവിന്റെ ഗർഭത്തിൽ നിന്ന് 8 പുത്രിമാർ ജന്മമെടുത്തിരുന്നു. എന്നാൽ ജനിച്ച ഉടൻ തന്നെ അവരെല്ലാം മരിച്ചു. ശ്ലോകം 73. അപത്യ വിരഹേ മിശ്രേര. അപത്യ വിരഹേ മിശ്രേര ഹരേ കൃഷ്ണ. മാതാജി കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. ഇല്ല, ഇപ്പൊ കേൾക്കാം. കേൾക്കുന്നില്ലെന്ന് ചോദിച്ചു. പക്ഷെ ശ്ലോകം 73 വായിച്ചത് കേട്ടില്ല. ഹരേ കൃഷ്ണ. ശ്ലോകം 73 ശ്രീല പ്രഭുപാദ് കി ജയ്. അപത്യ വിരഹേ മിശ്രേര ദുഃഖി ഹൈലമന പുത്രലാഗി ആരാധില വിഷ്ണുരചരണ. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. തന്റെ സന്താനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി മരിച്ചതിൽ ജഗന്നാഥ മിശ്ര അത്യന്തം ദുഃഖിതനായി. അതിനാൽ ഒരു പുത്രനെ ആഗ്രഹിച്ച് വിഷ്ണുപാദങ്ങളെ ഭജിച്ചു. ശ്ലോകം 74. തബേ പുത്ര ജന്മീല വിശ്വരൂപനാമ മഹാഗുണവാൻ തേൻഹ ബലദേവധാമ. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. പിന്നീട് ജഗന്നാഥ മിശ്രയ്ക്ക് വിശ്വരൂപൻ എന്ന ശക്തനും മഹാഗുണവാനുമായ ഒരു പുത്രനുണ്ടായി. എന്തെന്നാൽ അവിടുന്ന് ബലദേവന്റെ അവതാരമായിരുന്നു. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. വിശ്വരൂപൻ മഹാപ്രഭുവിന്റെ ഗൗരഹരിയുടെ മൂത്ത സഹോദരനായിരുന്നു. വിശ്വരൂപന് വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ നടന്നപ്പോൾ അവിടുന്ന് സന്യാസം സ്വീകരിച്ച് വീട് വിട്ടുപോവുകയും ശങ്കരാരണ്യൻ എന്ന സന്യാസനാമം സ്വീകരിക്കുകയും ചെയ്തു. ശകാബ്ദം 1431 AD 1509 അവിടുന്ന് സോലാപൂർ ജില്ലയിലെ പാണ്ഡരപുരത്തെ അപ്രത്യക്ഷനായി. സംഘർഷണന്റെ ഒരവതാരമെന്ന നിലയിൽ വിശ്വരൂപൻ ഈ ഭൗതിക ലോകത്തിന്റെ സൃഷ്ടിയുടെ ഘടനാപരവും നേരിട്ടുള്ളതുമായ 2 കാരണമാണ്. അവിടുന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭുവിൽ നിന്ന് അഭിന്നനാണ്. എന്തെന്നാൽ അംശവും അംശിയും അഥവാ അംശവും പൂർണ്ണവും ഭിന്നരല്ല. സംഘർഷണന്റെ അവതാരമെന്ന നിലയിൽ വിശ്വരൂപൻ ചതുർവ്യൂഹ ആവിഷ്കാരത്തിന്റെ ഭാഗമാണ്. വിശ്വരൂപൻ തന്റെ തിരോധാനത്തിന് ശേഷം ശ്രീ നിത്യാനന്ദ പ്രഭുവിൽ ജയിച്ചതായി ഗൗരചന്ദ്രോദയത്തിൽ പറയുന്നു. ശ്ലോകം 75. ബലദേവ പ്രകാശ പരപ്യോമേ സംഘർഷണ തേൻഹ വിശ്വേര ഉപാദാന നിമിത്ത കാരണ. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. ആധ്യാത്മിക ലോകത്തിലെ സംഘർഷണൻ എന്നറിയപ്പെടുന്ന ബലദേവനാണ് ഈ വിശ്വാവിഷ്കാരത്തിന്റെ ഘടകപരവും വ്യക്തിപരവുമായ കാരണം. ശ്ലോകം 76. താൻഹ ബയി വിശ്വേ കിച്ചു നാഹി ദേഖിയാര അതയേവ വിശ്വരൂപ നാമയേ താൻഹര. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. ബൃഹത്തായ വിരാട് പ്രപഞ്ചരൂപം മഹാസംഘർഷണന്റെ വിശ്വരൂപാവതാരം എന്ന് വിളിക്കപ്പെടുന്നു. അപ്രകാരം നാം ഈ ഭൗതികാവിഷ്കാരത്തിൽ ഭഗവാനെ ഒഴികെ മറ്റൊന്നും കാണുന്നില്ല. വായിക്കട്ടോ പ്രഭു. ഹരേ കൃഷ്ണ. 71. 77. ശ്ലോക 77. നൈതചിത്രം ഭഗവതി ഹ്യനന്ദേ ജഗദീശ്വരേ ഓദം പ്രോദം ഇദം യസ്മിൻ തന്തുഷ്വംഗ യഥാ പടഃ.
വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഒരു വസ്ത്രത്തിലെ നൂലുകൾ നീളത്തിലും വീതിയിലും വ്യാപിച്ചിരിക്കുന്നത് പോലെ പരമദിവ്യോത്തമ കൃഷ്ണനായ ഭഗവാൻ ഈ വിശ്വാവിഷ്കാരത്തിൽ സർവസ്വത്തിലും പ്രത്യക്ഷമായും പരോക്ഷമായും നിലകൊള്ളുന്നു. ഇത് അവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അത്ഭുതകരമല്ല. ഭാവാർത്ഥം ശ്രീമദ് ഭാഗവതത്തിൽ നിന്നുള്ള ഒരു ശ്ലോകമാണിത്. 10:15-35. ശ്ലോകം 78. അഥയേവ പ്രഭൂതാരേ ബലേ ബഡഭായ് കൃഷ്ണ ബലരാമ ദ്വൈ ചൈതന്യനിതായി. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. മഹാസംഘർഷണൻ ഭൗതിക പ്രപഞ്ചത്തിന്റെ മൂലധാതുക്കളുടെ ഹേതുവും കൂടാതെ വ്യക്തിഹേതുവുമാകയാൽ അതിന്റെ എല്ലാ വിശദാംശങ്ങളിലും അവിടുന്ന് സന്നിഹിതനാണ്. ശ്രീ ചൈതന്യൻ അതിനാൽ അവിടുന്ന് തന്റെ മുതിർന്ന സഹോദരൻ എന്ന് വിളിക്കുന്നു. 2 സഹോദരന്മാരും ആധ്യാത്മിക ലോകത്തിൽ കൃഷ്ണൻ എന്നും ബലരാമൻ എന്നും അറിയപ്പെടുന്നു. പക്ഷേ ഇപ്പോൾ അവർ ചൈതന്യനും നിത്യാനന്ദനുമാണ്. അതുകൊണ്ട് നിത്യാനന്ദ പ്രഭു യഥാർത്ഥ സംഘർഷണൻ അഥവാ ബലദേവനാണെന്ന് തീരുമാനത്തിലെത്താം. ശ്ലോകം 79. പുത്രപാന ദമ്പതി ഹൈല ആനന്ദിതമന വിശേഷേ സേവനകരേ ഗോവിന്ദചരണ. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. വിശ്വരൂപനെ തങ്ങളുടെ പുത്രനായി ലഭിച്ച ദമ്പതികൾ ജഗന്നാഥമിശ്രയും ശചി മാതാവും അത്യന്തം സന്തുഷ്ടരായി. സന്തോഷാധിക്യത്താൽ അവർ ഭഗവാൻ ഗോവിന്ദനെ വിശേഷ സേവനങ്ങൾ അർപ്പിച്ചു. ഭാവാർത്ഥം പ്രഭുപാദിക്ക് ജയ്. ക്ലേശത്തിലായിരിക്കുമ്പോൾ എല്ലാവരും പരമദിവ്യോത്തമ കൃഷ്ണനായ ഭഗവാനെ ആരാധിക്കാൻ പോകുമെന്നും പക്ഷേ ഐശ്വര്യപൂർണമായ സ്ഥിതിയിലാകുമ്പോൾ ദൈവത്തെ മറക്കുകയും ചെയ്യുമെന്ന് ഭാരതത്തിലൊരു ചൊല്ലുണ്ട്. ഭഗവത്ഗീതയിൽ 7:16 ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നു. ചതുർവിധാ ഭജന്തേ മാം ജനാഹ സുഹൃദനോ അർജുന ആർത്ഥോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച പരദർശഭ. പൂർവജന്മത്തിൽ ധർമ്മപ്രവൃത്തികൾ ചെയ്തിട്ടുള്ള പക്ഷം 4 തരത്തിലുള്ള ആളുകൾ: ദുഃഖിതരും ധനാർത്ഥികളും ജ്ഞാനം തേടുന്നവരും അത് ജിജ്ഞാസുക്കളും ഭക്തിയുത സേവനത്തിൽ താല്പര്യമുള്ളവരായി തീരുന്നു. ജഗന്നാഥ മിശ്രയും ശചീദേവിയും അവരുടെ 8 പുത്രിമാരും മരിച്ചു പോയതിനാൽ അതീവ ദുഃഖിതരായിരുന്നു. ഇപ്പോൾ വിശ്വരൂപനെ പുത്രനായി ലഭിച്ചപ്പോൾ അവർ അത്യന്തം സന്തുഷ്ടരായി തീർന്നു. തങ്ങൾക്ക് അത്തരത്തിൽ സന്തോഷവും ഐശ്വര്യവും ലഭിച്ചത് ഭഗവാന്റെ കാരുണ്യത്താലാണെന്ന് അവർ അറിഞ്ഞു. അതിനാൽ ഭഗവാനെ മറക്കുന്നതിനു പകരം അവർ ഗോവിന്ദന്റെ പാതാരബിന്ദങ്ങളെ അധികമധികം സേവിച്ചു. ഒരു സാധാരണ മനുഷ്യൻ ഐശ്വര്യവാനാകുമ്പോൾ ഈശ്വരനെ വിസ്മരിക്കുന്നു. പക്ഷേ ഒരു ഭക്തൻ ഭഗവാന്റെ കാരുണ്യത്താൽ കൂടുതൽ ഐശ്വര്യവാനാകുമ്പോൾ അയാൾ ഭഗവാന്റെ സേവനത്തിൽ കൂടുതൽ ആസക്തനാകുന്നു. ശ്ലോകം 80. ചൗഥശതഛയാശകേ ശേഷ മാഘമാസേ ജഗന്നാഥ ശരീര ദേഹേ കൃഷ്ണേര പ്രവേശേ. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. ശകാബ്ദം 1406 AD 1485 മാഘമാസത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ജഗന്നാഥ മിശ്രന്റെയും ശചി മാതാവിന്റെയും ശരീരങ്ങളിൽ പ്രവേശിച്ചു. ഭാവാർത്ഥം പ്രഭുപാദിക്ക് ജയ്. ചൈതന്യ മഹാപ്രഭുവിന്റെ ജനനം ശകവർഷം 1407 AD 1486 ഫാൽഗുന മാസത്തിലായിരുന്നു. എന്നാൽ അവിടുന്ന് തന്റെ മാതാപിതാക്കളുടെ ശരീരങ്ങളിൽ 1406 മാഘമാസത്തിൽ പ്രവേശിച്ചതായി ഇവിടെ നമ്മൾ കാണുന്നു. അതുകൊണ്ട് ഭഗവാൻ തന്റെ ജനനത്തിന് 13 മാസങ്ങൾക്ക് മുമ്പ് മാതാപിതാക്കളുടെ ശരീരങ്ങളിൽ പ്രവേശിച്ചു. പൊതുവെ ഒരു സാധാരണ ശിശു മാതൃഗർഭത്തിൽ 10 ചാന്ദ്രമാസമാണ് ജീവിക്കുക. പക്ഷേ ഇവിടെ ഭഗവാൻ മാതൃഗർഭത്തിൽ 13 മാസം നിവസിച്ചതായി നാം കാണുന്നു. ശ്ലോകം 81. മിശ്രകഹേ ശചീസ്ഥാനെ ദേഖിയാനരീത ജ്യോതിർമയ ദേഹേ ഗേഹ ലക്ഷ്മീ അധിഷ്ഠിത. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. ജഗന്നാഥ മിശ്ര ശചി മാതാവിനോട് പറഞ്ഞു, ഞാൻ അത്ഭുതകരമായ കാര്യങ്ങൾ കാണുന്നു. നിന്റെ ശരീരം തേജോമയമായിരിക്കുന്നു. ഇപ്പോൾ ഐശ്വര്യദേവന നേരിട്ട് എന്റെ ഭവനത്തിൽ വസിക്കുന്നത് പോലെ തോന്നിക്കുന്നു. ശ്ലോകം 82. യാഹാൻ താഹാൻ സർവലോക കരയേ സമ്മാന ഖരേ പഠായി ദേയ ധനവസ്ത്രധാന. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഞാൻ പോകുന്ന എല്ലായിടത്തും ജനങ്ങൾ എനിക്ക് ബഹുമാനം നൽകുന്നു. ഞാൻ ആവശ്യപ്പെടാതെ തന്നെ അവരെനിക്ക് ധനവും വസ്ത്രങ്ങളും നെല്ലും നൽകുന്നു. ഭാവാർത്ഥം പ്രഭുപാദിക്ക് ജയ്. ഒരു ബ്രാഹ്മണൻ ആരുടെയും ഭൃത്യനാകില്ല.
മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നത് ശൂദ്രരുടെ ജോലിയാണ്. ഒരു ബ്രാഹ്മണൻ എല്ലായ്പ്പോഴും സ്വതന്ത്രനാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ അധ്യാപകനും ആധ്യാത്മിക ഗുരുവും സമൂഹത്തിന് ഉപദേശം നൽകുന്നവനുമാണ്. സമൂഹത്തിലെ അംഗങ്ങൾ അവന്റെ ജീവിതാവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നു. സമൂഹത്തെ ബ്രാഹ്മണരെന്നും ക്ഷത്രിയരെന്നും വൈശ്യരെന്നും ശൂദ്രരെന്നും നാലായി വിഭജിച്ചിട്ടുണ്ടെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു. ശാസ്ത്രീയമായ ഒരു വിഭജനമില്ലാതെ ഒരു സമൂഹത്തിന് സുഗമമായി മുന്നോട്ട് പോകാനാവില്ല. ഒരു ബ്രാഹ്മണൻ സമൂഹത്തിലെ എല്ലാവർക്കും സതുപദേശങ്ങൾ നൽകണം. ക്ഷത്രിയൻ സമൂഹത്തിലെ ക്രമസമാധാനം പരിപാലിച്ച് ഭരണം നിർവഹിക്കണം. വൈശ്യൻ സമൂഹത്തിന് ആവശ്യമുള്ളവയുടെ ഉൽപാദനവും വ്യാപാരവും നടത്തണം. അതേസമയം ശൂദ്രൻ ഈ 3 ഉയർന്ന വിഭാഗങ്ങൾക്കും ബ്രാഹ്മണനും ക്ഷത്രിയരും വൈശ്യരും സേവനം ചെയ്യണം. ജഗന്നാഥ മിശ്ര ഒരു ബ്രാഹ്മണനായിരുന്നു. അതുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തിന്റെ ശാരീരികമായ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടവ ധനം, വസ്ത്രം, ധാന്യം തുടങ്ങിയവ എത്തിച്ചു കൊടുക്കുമായിരുന്നു. ചൈതന്യ ഭഗവാൻ ശചീമാതാവിന്റെ ഗർഭത്തിലായിരുന്നപ്പോൾ ജഗന്നാഥ മിശ്രയ്ക്ക് അദ്ദേഹം ആവശ്യപ്പെടാതെ തന്നെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം ലഭിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ചൈതന്യ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായത് മൂലം എല്ലാവരും അദ്ദേഹത്തിന് ഒരു ബ്രാഹ്മണൻ എന്ന നിലയിലുള്ള അർഹമായ ബഹുമാനവും നൽകി. അതായത് ഒരു ബ്രാഹ്മണൻ ഭഗവാന്റെ ശാശ്വത സേവകൻ എന്ന അവന്റെ പദവിയിൽ ഉറച്ചു നിൽക്കുകയും ഭഗവാന്റെ ഇച്ഛ നടപ്പാക്കുകയും ചെയ്യുന്ന പക്ഷം അവന്റെ വ്യക്തിപരമോ കുടുംബപരമോ ആയ ആവശ്യങ്ങൾക്ക് ക്ഷാമമുണ്ടാകുന്ന പ്രശ്നമേ ഇല്ല. ഹരേ കൃഷ്ണ. വല്ലതും പറയാനുണ്ടോ പ്രഭു ഇതിനെ കുറിച്ച്? ഹരേ ഗോപാൽ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. ഞാനിപ്പോ ഒന്ന് പുറത്തുപോയി എത്തിയതേ ഉള്ളൂ. അപ്പോ ലിസണിങ് എഴുതിയിരുന്നാലും ശരിക്കും ലിസൺ ചെയ്തുകൊണ്ടിരുന്നില്ല. മുൻപ് വായിച്ച ശ്ലോകങ്ങൾ ഒന്നുകൂടെ എനിക്ക് വായിക്കേണ്ടി വരും. എനിക്ക് ഇതില്ല. പക്ഷെ കുഴപ്പമില്ല പ്രഭു. 62 നമുക്ക് തുടങ്ങാം. 62 നമ്മൾ തുടങ്ങാം. അല്ല, കുഴപ്പമില്ല. ഇപ്പൊ 81, 82 ഇപ്പൊ വായിച്ച ശ്ലോകം അതില് ചാതുർവർണ്ണത്തെ കുറിച്ച് പറയുന്നു അല്ലെ? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ അവരുടെയൊക്കെ പ്രത്യേകിച്ച് ബ്രാഹ്മണന്റെ കാര്യം പറയുകയാണ് ഇവിടെ. ബ്രാഹ്മണൻ സ്വതന്ത്രനായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ അധ്യാപകനും ആധ്യാത്മിക ഗുരുവും സമൂഹത്തിന് ഉപദേശം നൽകുന്നവനുമാണ്. അപ്പോ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. 4 വർണ്ണങ്ങളുള്ള വ്യക്തികൾ, ആദ്യം തന്നെ ഭഗവത്ഗീത പറയുന്നത് പോലെ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ അല്ലെ? ഒരാളുടെ ഗുണം എന്ന് വെച്ചാല് ഒരു ജന്മം കൊണ്ടുള്ളൊരു ക്വാളിറ്റി ഉണ്ടാവും. കുലത്തില് ബ്രാഹ്മണനാണെങ്കിലും ജന്മം കൊണ്ട് ബ്രാഹ്മണ സ്വഭാവം ഉണ്ടാവണമെന്നില്ല അല്ലെ? രാവണൻ ഫോർ എക്സാമ്പിൾ ജന്മം കൊണ്ട് ബ്രാഹ്മണനാണ്, പക്ഷേ ഗുണം കൊണ്ട് ബ്രാഹ്മണനെ അല്ല, രാക്ഷസനാണ് അല്ലെ? പുരാ വിശ്രവസ പുത്രോ രാവണോ നാമ രാക്ഷസഃ, രാക്ഷസനാണ്. സോ അതൊരു കാര്യം. ഗുണം. പിന്നെ എക്സാമ്പിൾസ് ഉണ്ടല്ലോ അല്ലെ? ക്ഷത്രിയനായി ജനിച്ച് ബ്രാഹ്മണനായ ബ്രഹ്മർഷിയായത് ആരാണ്? വിശ്വാമിത്ര മഹർഷി. റൈറ്റ്? ഇങ്ങനെ പല വ്യക്തിത്വങ്ങളുണ്ട്. സോ വേറെ ഏതെങ്കിലും ഉണ്ടോ ഇങ്ങനെ? ജന്മം കൊണ്ടൊന്ന്, പ്രവൃത്തി കൊണ്ട് മറ്റൊന്ന്. പരശുരാമൻ. അതെ, ജന്മം കൊണ്ട് ബ്രാഹ്മണനാണ്. അശ്വത്ഥാമാവ്. ജന്മം കൊണ്ട് ബ്രാഹ്മണനാണ്, പക്ഷെ പ്രവൃത്തി കൊണ്ടല്ല. അപ്പോ അതുകൊണ്ടാണ് പറയുന്നത് ഗുണകർമ്മ വിഭാഗശ. ഒരാളുടെ അകത്തുള്ള ഗുണവും പുറത്ത് ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ച് ഒരാളുടെ. ദ്രോണരും അങ്ങനെ തന്നെയല്ലേ ഹരേ കൃഷ്ണ? ദ്രോണരും
എങ്ങനെ? ബ്രാഹ്മണനാണ്, പക്ഷെ ചെയ്യുന്നത് ക്ഷത്രിയ ജോലിയാണ്. അല്ല അല്ല അസ്ത്രവിദ്യ അദ്ദേഹത്തിന് അറിയാമായിരുന്നു, പക്ഷെ അസ്ത്രവിദ്യയുടെ അധ്യാപകനായിരുന്നു അദ്ദേഹം. മഹാഭാരത യുദ്ധത്തിൽ നിർബന്ധപൂർവം അദ്ദേഹത്തിന് യുദ്ധം ചെയ്യേണ്ടി വന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ എന്നാലും അദ്ദേഹം ഒരു ടീച്ചറായിരുന്നു, ദ്രോണാചാര്യൻ എപ്പോഴും. ഇല്ല, അതുകൊണ്ടാണ് ആചാര്യൻ തന്നെ പേര്, ദ്രോണാചാര്യൻ. പക്ഷെ മഹാഭാരത യുദ്ധത്തിൽ യുദ്ധം ചെയ്തു എന്നുള്ളത് ശരിയാണ്. അപ്പൊ അങ്ങനെ ഇതുണ്ട്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. ഇത് അറിയപ്പെടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഗുണം എന്ന് പറഞ്ഞല്ലോ, ഏറ്റവും പ്രധാനം അതാണ്, ഗുണമാണ്. അകത്തുള്ള ഇന്റേണൽ ക്വാളിറ്റിയാണ് അതിൽ കാര്യം. സോ എന്താണ് ഓരോ വ്യക്തികളെയും പ്രേരിപ്പിക്കുന്നത്? നമ്മളിത് നേരത്തെ ചർച്ച ചെയ്ത കാര്യമാണ്. ഒരു ശൂദ്രനെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അയാളുടെ ജീവിതത്തിലുള്ള മോട്ടിവേഷൻ, എന്തിനു വേണ്ടിയാണ് അയാൾ ജീവിക്കുന്നത്, എന്ത് കിട്ടാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്? പൈസ. പൈസ കിട്ടണം, സേവ ചെയ്യണം. പൈസ അല്ല, ആക്ച്വലി ഉയർന്ന ജാതർക്ക് സേവ ചെയ്യുക എന്നുള്ള ഉദ്ദേശം. അത് ഉദ്ദേശം. പക്ഷെ ഇന്ദ്രിയ സുഖം, ഇന്ദ്രിയ സുഖം, റൈറ്റ്. അതാണ് ഒരു ശൂദ്രന്റെ മോട്ടിവേഷൻ. എങ്ങനെയെങ്കിലും ഇന്ദ്രിയ സുഖം കിട്ടണം, എങ്ങനെയെങ്കിലും സുഖിക്കണം, അടിച്ചു പൊളിക്കണം. ഇതാണ് ഒരു ശൂദ്രന്റെ മോട്ടിവേഷൻ ആയിട്ടിരിക്കുന്നത്, പ്രേരണയായിട്ടിരിക്കുന്നത്. ഓക്കെ. ഒരു വൈശ്യന്റെ പ്രേരണ എന്താണ് വൈശ്യനെ എക്സൈറ്റ് ചെയ്യുക? പൈസ ഉണ്ടാക്കുക, ധനസമ്പാദനം, ലാഭം. കുറേ പൈസ ശേഖരിച്ചു വെക്കുക. അവർ ദാനമൊക്കെ ചെയ്യും, പക്ഷെ എന്നാലും കൂടുതൽ പൈസ പിന്നെയും വേണം എന്ന് പറയും, ഇല്ലേ? ബിസിനസ്സുകാരെങ്ങനെയാണല്ലോ, എത്ര കിട്ടിയാലും മതിയാവില്ല, കൂടുതൽ സമ്പാദിക്കണം. ചിലപ്പോൾ നല്ല പുണ്യാത്മാക്കളായിരിക്കും, ആ കിട്ടിയ പൈസ കൊണ്ട് അമ്പലം പണിയും, അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യും, ട്രസ്റ്റുകൾ ഉണ്ടാക്കി സാമൂഹ്യ സേവനം ചെയ്യും. അങ്ങനെ നല്ല വൈശ്യന്മാരുണ്ട്. പക്ഷെ എന്നാലും അവർക്ക് പൈസ ഉണ്ടാക്കണം, ധനം സമ്പാദിക്കണം എന്നുള്ള അതാണ് അവരെ എന്താ പറയുക, ചലിപ്പിക്കുന്ന, എങ്ങനെ പറയുക, ഒരു പ്രേരണ അല്ലെ, ഉൾപ്രേരണ. അതാണ്. ഇപ്പൊ ശൂദ്രനായി, വൈശ്യനായി, ഒരു ക്ഷത്രിയന്റെ ഉൾപ്രേരണ എന്താണ്? യഥാർത്ഥ ക്ഷത്രിയനെ പ്രേരിപ്പിക്കുന്ന എന്താണ്? മറ്റുള്ളവരെ സംരക്ഷിക്കുക, അതെ. സമൂഹത്തെയും രാജ്യത്തെയും സംരക്ഷിക്കുക. ഓക്കെ, കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ആദ്യം പറഞ്ഞു ഇവരുടെ ഭരണാധികാരം അല്ല, അതൊക്കെ അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഓക്കെ. ഒരു ശൂദ്രനെ പ്രേരിപ്പിക്കുന്ന ഇന്ദ്രിയ സുഖമാണ്, ഒരു വൈശ്യനെ പ്രേരിപ്പിക്കുന്നത് ലാഭമാണ്, ധനലാഭം, അതുപോലെ സ്വത്തും ലാഭവും ഒക്കെയാണ് വൈശ്യനെ പ്രേരിപ്പിക്കുന്ന. ഒരു യഥാർത്ഥ ക്ഷത്രിയനെ പ്രേരിപ്പിക്കുന്ന എന്താണ്? അധികാരം അല്ല, പ്രതിരോധം, അല്ല. ഇതൊക്കെയാണ്, പക്ഷെ ഇത് എന്തിനു വേണ്ടി അവർ ചെയ്യുന്നു, അവരെന്തിനു വേണ്ടി നിലകൊള്ളുന്നു? അതാണ് കുറച്ചുകൂടെ നല്ലൊരു വഴി. സമാധാനത്തിന് വേണ്ടി അല്ല, സമൂഹത്തിലെ ലോ ആൻഡ് ഓർഡറിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, മറ്റുള്ള 3 വർണ്ണങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി. അതൊക്കെ ഓക്കെ. പക്ഷെ ഒരു തത്വം പറയണം, ഒരു വാല്യൂ. ഇന്ദ്രിയ സുഖം എന്നുള്ളൊരു വാല്യൂവിന് വേണ്ടിയാണ് ശൂദ്രൻ നിലകൊള്ളുന്നത്. ലാഭം, ആസ്തി, സ്വത്ത് എന്നുള്ള ലാഭത്തിന് വേണ്ടി, എന്നുള്ളൊരു വാല്യൂ, ആ ഒരു മൂല്യത്തിന് വേണ്ടിയാണ് വൈശ്യൻ നിലകൊള്ളുന്നത്. ക്ഷത്രിയൻ നിലകൊള്ളുന്ന മൂല്യം, യഥാർത്ഥ ക്ഷത്രിയൻ നിലകൊള്ളുന്ന മൂല്യം ധർമ്മമാണ്. ഇല്ല. ധർമ്മമാണ്. പാസ് പറഞ്ഞാൽ പറയും. ധർമ്മമല്ല. പാസ് ശക്തിയാണോ? അല്ല, രാജ്യഭരണം, രാജ്യ സംരക്ഷണം, അതൊക്കെ അവർ ചെയ്യുന്ന കാര്യങ്ങള്. തത്വമാണ്. അതായത് ജനങ്ങളെ രക്ഷിക്കുന്നത്, ഫൈറ്റിംഗ്, കീർത്തിക്ക് വേണ്ടിയിട്ട്, ജനങ്ങളെ രക്ഷിക്കാനായിട്ട്. അതൊക്കെ, പക്ഷെ ആ മൂല്യം എന്താ? പ്രശസ്തി അല്ലേ, ഇല്ലേ? അതുമല്ല. അല്ല, പ്രജാപാലനം, നീതി. നീതി. നീതിക്ക് വേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത്.
റൈറ്റ്? എവിടെയാണെങ്കിലും നീതി കിട്ടണം. നീതി കിട്ടിയില്ലെങ്കിൽ അവർ നീതി നടപ്പിലാക്കും. യഥാർത്ഥ ക്ഷത്രിയന്റെ കാര്യം പറയാണ്. ഇന്നത്തെ തെരഞ്ഞെടുപ്പിലൂടെ വരുന്ന വ്യക്തികളെ കുറിച്ചല്ല പറയുന്നത്. അവിടെ നീതി എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. മനസ്സിലായി? അപ്പൊ യഥാർത്ഥ ക്ഷത്രിയൻ എന്തിനു വേണ്ടി നിലകൊള്ളും? നീതിക്ക് വേണ്ടി നിലകൊള്ളും. ജസ്റ്റിസ്. ഒരു ബ്രാഹ്മണൻ എന്തിനു വേണ്ടി നിലകൊള്ളും? അറിവ് പകർന്നു കൊടുക്കുന്നതിന് അതവർ ചെയ്യുന്ന കാര്യം. മോക്ഷം. മോക്ഷം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മോക്ഷം അവർ ആഗ്രഹിക്കുമായിരിക്കും. പക്ഷെ ഒരു യഥാർത്ഥ ബ്രാഹ്മണൻ എന്തിനു വേണ്ടി നിലകൊള്ളണം? ധർമ്മം. കർമ്മം എല്ലാരും ചെയ്യുന്നുണ്ട്. ധർമ്മം. ബ്രഹ്മജ്ഞാനം ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ. ധർമ്മം. ധർമ്മം. ഓക്കെ, അത്ര വ്യക്തമല്ല. ബ്രഹ്മജ്ഞാനം എല്ലാവർക്കും കൊടുക്കാൻ. ആത്മീയ ജ്ഞാനം പകർന്നു കൊടുക്കാൻ. മറ്റുള്ളവരെ ഭഗവാനിലേക്ക് എത്തിക്കുക. അത് ഹരേ കൃഷ്ണ ഡിവോട്ടി ധർമ്മം. സത്യം. സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ്. എന്താണ് സത്ത്, അസത്ത്, ഇല്ലേ? എന്താണ് ശാശ്വതം, എന്താണ് താൽക്കാലികം എന്നുള്ളത് മനസ്സിലാക്കി സത്തിനെയും അസത്തിനെയും വേർതിരിച്ച് അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ, അതിനുവേണ്ടി നിൽക്കുന്ന വ്യക്തിയാണ് ബ്രാഹ്മണൻ. റൈറ്റ്? ബ്രഹ്മത്തിന് വേണ്ടി, മോക്ഷം എന്ന് പറയാൻ കാരണം അതെ, അതായത് ആ വ്യക്തി സത്യത്തെ കണ്ടുപിടിക്കാൻ ആ വ്യക്തി ജീവിക്കുന്നു. റൈറ്റ്? അപ്പോ ശൂദ്രൻ ഇന്ദ്രിയ സുഖം, വൈശ്യൻ ഈ ലോകത്തിലുള്ള ഭൗതിക ലാഭം, സ്വത്ത്, ആസ്തി, ക്ഷത്രിയൻ നീതി, ബ്രാഹ്മണൻ സത്യം, വൈഷ്ണവൻ ഭക്തി, കൃഷ്ണ. ഭഗവാൻ. കുറച്ചുകൂടെ വ്യക്തമായിട്ട് അതാണ് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞത്, എല്ലാരെയും ഭഗവാനിലെത്തിക്കുക. ഭഗവാനിലേക്ക് എത്തിക്കുക. ഈ മറ്റുള്ളവരുടെ കാര്യം വിടും, നമ്മുടെ കാര്യം ആദ്യം നോക്കുക. ഭഗവത് പ്രേമം. നമ്മൾ മറ്റുള്ളവരെ എത്തിക്കാൻ വേണ്ടി ഭയങ്കര പാടുപെടുകയാണ്. നമ്മൾ എത്തിയോ എന്ന് നോക്കണ്ടേ ആദ്യം? ഭഗവത് പ്രേമത്തിന് വേണ്ടി ഒരു വൈഷ്ണവൻ നിലകൊള്ളും. ഇതൊക്കെയാണ് രാവിലെ എന്തിന് എഴുന്നേൽക്കണം, അല്ലെ? രാവിലെ വൈ ഡു വി ഗെറ്റ് അപ്പ് ഇൻ ദി മോർണിംഗ്? എന്തോ ഒരു പ്രേരണ ഇല്ലാതെ രാവിലെ എഴുന്നേക്കില്ലല്ലോ. ചിലപ്പോൾ നിർബന്ധം കാരണം എഴുന്നേൽക്കും, അത് വേറെ കാര്യം. പക്ഷെ ഉൾപ്രേരണയോടെ എന്താണ് പ്രേരണ നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത്, അതോ എന്തെങ്കിലും ഇസ്കോൺ ഭക്തനാണെങ്കിൽ പോലും ഞാൻ കുറെ എന്താ പറയുക, വലിയ എസ്റ്റേറ്റും വലിയ ഇതും വലിയ സൗകര്യങ്ങളും വലിയൊരു ടെമ്പിൾ എൻ്റെ പേരിൽ വേണം. എന്താ ഞാൻ പറയുന്നത് ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാവും. ഒരു വലിയ എന്താണ് കുറെ ഡൊണേഷനൊക്കെ സ്വീകരിച്ച് വലിയൊരു ടെമ്പിൾ പണിത് അത് എൻ്റെ പേരിലാക്കി ഞാൻ അതിനെ അടക്കി ഭരിക്കുകയാണോ? അതാണോ എൻ്റെ ലക്ഷ്യം? അങ്ങനെയാണ് ഈ വൈശ്യന്റെ സ്വഭാവം. നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നോ, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നോ, അതോ ഭഗവത് പ്രേമത്തിന് വേണ്ടി നിലകൊള്ളുന്നോ? ഇതൊരു ഇന്റേണൽ സെൽഫ് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ്? അതനുസരിച്ചാണ് നമ്മുടെ വർണ്ണം തീരുമാനിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ബ്രാഹ്മണൻ, ഇവിടെ ബ്രാഹ്മണന്റെ കാര്യമാണ് പറയുന്നത്, അങ്ങനെയുള്ള വ്യക്തി സ്വതന്ത്രനായിരിക്കും. കാര്യം മറ്റുള്ളവരുടെ കീഴിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. അയാൾ സത്യത്തിന് വേണ്ടി നിൽക്കും, അല്ലെ? ചാണക്യ പണ്ഡിതന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു മീൻസ് ഹി വാസ് ഓൾസോ ബ്രാഹ്മണ, ചാണക്യ പണ്ഡിതൻ. അപ്പോൾ മറ്റാരുടെയും താഴെ മുന്നിൽ തലകുനിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കില്ല, അദ്ദേഹം തലകുനിക്കില്ല. അദ്ദേഹത്തിന്റെ ചില ധർമ്മബോധമുണ്ട്, സത്യമുണ്ട്, അതിനുവേണ്ടി നിലനിൽക്കും. റൈറ്റ്? എന്തായാലും ജഗന്നാഥ് മിശ്ര ഇവിടെ, ഓഫ്കോഴ്സ് ജഗന്നാഥ് മിശ്ര വെറും ഒരു ബ്രാഹ്മണനല്ല, പക്ഷെ എന്നാലും ഇവിടെ പറയുന്നു. അതുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തിന്റെ ശാരീരികമായ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ട വിധം വേണ്ടവ ധനം, വസ്ത്രം, ധാന്യം തുടങ്ങിയവ എത്തിച്ചു കൊടുക്കുമായിരുന്നു. അവര് വലിയൊരു സേവനം ചെയ്യുന്നത് കൊണ്ട് അവർക്ക് മറ്റു കാര്യങ്ങളൊക്കെ സമൂഹത്തിലെ മറ്റു ജനങ്ങൾ എത്തിച്ചു കൊടുക്കുമായിരുന്നു, അല്ലെ? കാര്യം എല്ലാവർക്കും എല്ലാം ചെയ്യാൻ സാധിക്കില്ല, പക്ഷെ സമൂഹത്തിൽ നമുക്കെല്ലാം വേണം, ഇല്ലേ?
ഒരു ബ്രാഹ്മണനാണ്, ഞാൻ സത്യത്തിന് പുറകെ നിലകൊള്ളുന്നു, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞിട്ട് കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യേണ്ടവർ ജോലി ചെയ്യാതിരുന്ന അന്നം മുട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് എല്ലാം വേണം. ഓരോരുത്തരുടെ നേച്ചർ അനുസരിച്ച് എല്ലാവരും അതാത് കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. അതായത് അന്ന് പണ്ട് കാലത്ത് യഥാർത്ഥ ഒരു വർണ്ണാശ്രമ സിസ്റ്റത്തിൽ എല്ലാവരും തൃപ്തരായിരുന്നു. അവരവരുടെ പ്രവൃത്തികൾ കാരണം അവർ തൃപ്തരായിരുന്നു. ഇന്നലത്തെ നമ്മൾ സൺഡേ ക്ലാസ്സിലും ഭഗവത്ഗീത ശ്ലോകം ഇതിനെ കുറിച്ചിട്ടായിരുന്നു. എന്താണ്? സ്വകർമ്മണാതം അഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവ. അപ്പോൾ നമ്മൾ മറ്റൊരാളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഒരാളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളും വരുന്നത്. ഓ, ആ പ്രഭു, ഈ മാതാജി അവരെങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, അതെന്താ അവർക്ക് കൂടുതൽ ബഹുമാനം, നമുക്കെന്താ കിട്ടാത്തത്? ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത്, ഇല്ലേ? നമുക്കെല്ലാം വേണം, എല്ലാത്തരം ആൾക്കാരും വേണം. അവരവരുടേതായ പ്രാധാന്യം ഉണ്ട്. ഇപ്പൊ വലിയൊരു എന്താ പറയുക, അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കാം ഡൊണാൾഡ് ട്രംപ്. ഞാൻ ലോകത്തെ അടക്കി ഭരിക്കുന്നവനാണെന്ന് പറയാം. പക്ഷേ ഈ ക്ഷേത്രമതിലിനകത്തുള്ള ഒരു ആനയെ കൊണ്ട് കൊടുത്തിട്ട് ഈ ആനയെ ഒന്ന് ശീവേലിക്ക് എഴുന്നള്ളിക്കെന്ന് പറഞ്ഞാൽ അയാൾക്ക് ചെയ്യാൻ പറ്റുമോ? അതിനുള്ള കഴിവ് ഉണ്ടോ? ലോക നേതാവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ചിലപ്പോൾ 5ാം ക്ലാസ് പോലും പാസ്സാവാത്ത ഒരു ആനപ്പാപ്പാൻ, അയാൾക്കത് സാധിക്കും, ഇല്ല? അപ്പൊ ദൈവം എല്ലാവർക്കും ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് മനസ്സിലാക്കി നമ്മുടെ സ്വഭാവം അനുസരിച്ച് പ്രവർത്തിച്ച് അതിനെ ഭഗവത് സേവനമാക്കി മാറ്റാൻ കൃഷ്ണോബോധത്തിൽ സാധിക്കും. അത് ചെയ്യാതെ ഒരാൾ മറ്റൊരാളായി ആകാൻ ശ്രമിച്ച് അങ്ങനെ ചെയ്യുന്ന സമയത്താണ് എല്ലാ പ്രശ്നങ്ങളും വരുന്നത്. ശരിയാണോ അല്ലയോ? 100% ശരി. ശരിയാണ് പ്രഭു. ഓക്കെ, ഹരേ എന്താ ചെയ്യാ? കൃഷ്ണ. അടുത്ത പ്രഭു വായിക്കാം. പ്രഭു ഹരേ കൃഷ്ണ. ഇപ്പൊ നമ്മുടെ ഈ ശ്ലോകത്തിലെ അനാചാരങ്ങളെ കുറിച്ചും അതേപോലെ തന്നെ ഇതിലെ ശ്ലോകം 65 വിവർത്തനത്തിലെ അനാവശ്യമായ തപശ്ചര്യകൾ, മതാനുഷ്ഠാനങ്ങൾ എന്ന പേരിലുള്ള ആചാരങ്ങൾ. അപ്പൊ ചോദിച്ചോട്ടെ പ്രഭു, പറ്റുമോ? അതായത് ഇപ്പോ ഒരു വലിയൊരു സംശയമാണ്. നമ്മളിപ്പോ മരിച്ചു കഴിഞ്ഞാല് കർമ്മം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ ആ കർമ്മങ്ങൾ ഇപ്പൊ നമ്മുടെ ഓരോരുത്തരുടെ ആചാരത്തിൽ ഓരോ തരത്തിലാണ്. ചില ദിക്കില് പെൺകുട്ടികൾ ഇടണം, അത് നിർബന്ധമാണ്. ചില ദിക്കില് പെൺകുട്ടികൾ ഇടണ്ട. അപ്പൊ അതൊക്കെ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? കാരണം നമ്മുടെ ഇതില് പറയുന്നത് അത് അനാചാരമാണോ അതോ ആചാരമായിട്ട് തന്നെ എടുക്കണോ? മനസ്സിലായില്ല. അതായത് ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ കുല എടുക്കാന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പൊ വൈഷ്ണവർക്ക് അത് 3 ദിവസം മതി, അല്ല ബാക്കിയുള്ളവരാണ് ബാക്കി അത് മുഴുവൻ എടുക്കുക എന്ന് പറയൂല. പ്രഭു കേട്ടില്ലേ? പറയില്ലേ അത് നമ്മളങ്ങനെ? ഞാൻ രേഷ്ണ മനസ്സിലാവില്ലേ ഞാൻ പറയുന്നത് പ്രഭുവിന്? ഞാൻ അങ്ങനെ കേട്ടിട്ടില്ലല്ലോ. അല്ലേ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ അതായത് വൈഷ്ണവർക്ക് 3 ദിവസം മതി എന്നുള്ളത്. എനിക്കറിയില്ല. ഞാൻ ഉലയുടെ കാര്യമാണ് പ്രഭു ആ പറയുന്നത്. അതെ, പുലയുടെ കാര്യം ഞാൻ ഞാനങ്ങനെ കേട്ടിട്ടില്ല. അതെയോ? ഹരേ കൃഷ്ണ. അപ്പൊ പിന്നെ കുഴപ്പം. ഗരുഡ പുരാണത്തിൽ അതേക്കുറിച്ച് പറയുന്നുണ്ട്. ഈ വൈഷ്ണവന്റെ പ്രശ്നം എന്ന് വെച്ചാ, ഒരു വൈഷ്ണവൻ ഞാൻ ഒരിക്കലും വൈഷ്ണവനാന്ന് പറയില്ലല്ലോ. അത് അപ്പൊ നമ്മൾ ആചരിക്കുമ്പോ അത് അനാചാരാവോ ആചാരാവോ? നമ്മളത് വൈഷ്ണവനാണെന്ന് നമ്മൾ പറയണില്ല. അപ്പൊ നമ്മള് സാധാരണക്കാരന് ആചരിക്കുന്നത് പോലെ തന്നെ ആചരിക്കണ്ടേ? അതായിരിക്കും നല്ലത്. കാര്യം ഇവിടെ ഭഗവത്ഗീത 18ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ചൊരു ശ്ലോകമുണ്ട്, കേട്ടിട്ടുണ്ടോ? യജ്ഞദാന തപകർമ്മ നത്യാജ്യം കാര്യമേവ തത്
യജ്ഞോ ദാനം തപശ്ചൈവ പാവനാനി മനീഷിണാം എന്ന് പറഞ്ഞിട്ടൊരു ഉം, ശ്ലോകമുണ്ട്. ഉം, ഉം, 18-ാം അധ്യായത്തിലെ ഉം. ഭഗവാൻ പറയുന്നതാണ് ഇതൊക്കെ വിട്ടുകളയരുത് എന്ന് പറയുന്നു. ഉവ്വ് ഉവ്വ് ഉവ്വ്. നമ്പർ പറയും. 18:5. ഒന്നും 18:5 ഒന്ന് വായിക്കാമോ അത്? ഉപേക്ഷിക്കാൻ പാടില്ല. ഉം. ഹരേ കൃഷ്ണ. ഞാൻ എടുക്കട്ടെ. ആരെങ്കിലും ഉള്ളവർ വായിക്കാം മലയാളം. ഞാൻ വായിക്കാം. 18-5 അതെ അതെ. വായിക്കാട്ടാ. ഒരു മിനിറ്റ്. കേക്കണ്ടല്ലോ അല്ലേ ഞാൻ പറയണത്? കേൾക്കാം ഹരേ കേൾക്കാം. കൃഷ്ണ. ഒരു മിനിറ്റ് പ്രഭു. Acts of ഹരേ sacrifice. കൃഷ്ണ. യജ്ഞദാന തപകർമ്മ ന ത്യാജ്യം കാര്യമേവ തത് യജ്ഞോ ദാനം തപശ്ചൈവ പാവനാനി മനീഷിണ. യജ്ഞം, ദാനം, തപസ് എന്നീ കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ടവയല്ല, അവ അനുഷ്ഠിക്കപ്പെടണം. മഹാത്മാക്കളെ പോലും വിശുദ്ധീകരിക്കുന്നവയാണ് അവ മൂന്നും. ഭാവാർത്ഥം വായിക്കണോ പ്രഭു? അല്ല വേണമെന്നില്ല. അപ്പൊ ഇതാണ് ആ, ഇതിൽ പറയുന്നത്. അതെ. അതായത് പക്ഷെ ഇവിടെ ചൈതന്യ മഹാപ്രഭു പറയണത് അനാവശ്യമായ തപശ്ചര്യകൾ, മതാനുഷ്ഠാനങ്ങൾ എന്ന പേരിലുള്ള ആചാരങ്ങൾ. അപ്പൊ ഇത് രണ്ടും കൂടെ ആവുമ്പോ നമ്മൾ അത് എങ്ങനെയാ മനസ്സിലാക്കേണ്ടത് പ്രഭു? അതായത് നമ്മുടെ നമ്മൾ പറയൂലോ, അതായത് നമ്മുടെ ഗ്രാമങ്ങളിൽ നടക്കണ ആ ഒരു ചടങ്ങുകളുണ്ട് അല്ലെ, നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നത്. അതപ്പോ അനാചാരമായിട്ടാണോ നമ്മൾ മനസ്സിലാക്കുക, അത് ആചാരമായിട്ടാണോ മനസ്സിലാക്കുക? ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ചാണ്. അതിനുവേണ്ടിയാണ് ഈ ശ്ലോകങ്ങളൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് നിർദ്ദേശങ്ങൾ. ഇപ്പൊ ചൈതന്യ ചരിതാമൃതത്തിൽ ഇങ്ങനൊരു ശ്ലോകം, ഭഗവത്ഗീതയില് വ്യത്യസ്തമായ ഒരു അർത്ഥം വരുന്ന മറ്റൊരു ശ്ലോകം നമ്മളിപ്പോ വായിച്ചു. അതെ. ഇതിനിടയ്ക്ക് നമ്മൾ ഈ പറയുന്ന കാര്യം എവിടെ കിടക്കും എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അതിനാണ് നമുക്ക് ശിക്ഷാ ഗുരുക്കന്മാർ നമുക്കുള്ളത്. അപ്പൊ ആ പ്രത്യേക സിറ്റുവേഷൻ അനുസരിച്ച് ചോദിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുക. അതായത് അതിന്റെ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യാന്നല്ലേ? അതെ, നമ്മള് മടി പിടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സൈഡില്. മാത്രമല്ല ഞാൻ വലിയ വൈഷ്ണവനായി എന്ന് പറഞ്ഞ് ഉപേക്ഷാഭാവം കാണിക്കരുത്. അതേസമയം എന്താണ്, ചില സന്ദർഭങ്ങളിൽ അത് ചെയ്യാതെയും വരും. അപ്പൊ ഇത് നമുക്കൊരു കറക്റ്റ് ആൻസർ ഒരു സമയത്ത് എങ്ങനെ എല്ലായ്പ്പോഴും ഇങ്ങനെ ചെയ്യണം നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? യമുനാചാര്യൻ പറഞ്ഞിരുന്നു, സന്ധ്യാവന്ദന ഭദ്രമസ്തു ഭവതോ ഭോസ്നാന തുഭ്യം നമഃ എന്നൊരു ശ്ലോകമുണ്ട്. അദ്ദേഹം സന്ധ്യാവന്ദനത്തെയും മറ്റേ ഇതിനെയൊക്കെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുന്നു. കാര്യം അദ്ദേഹം പൂർണ്ണമായിട്ടും കൃഷ്ണഭക്തിയിലായിരുന്നു. നമ്മള് എന്താണ് ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് യുക്തം പോലെ ചെയ്യുക. അപ്പൊ നമുക്ക് 16 മാല ജപിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല, ഈ ആചാരങ്ങൾ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 16 മാല ജപിക്കണം, ഉപേക്ഷിക്കണം അല്ലെ? അതിന് പ്രാധാന്യം കൊടുക്കണം. അപ്പൊ അങ്ങനെ നമ്മളൊരു ഒരു കറക്റ്റ് എന്താ പറയാ, ഒരു സ്റ്റോക്ക് ആൻസർ നമുക്കിനും പറയാൻ പറ്റില്ല അല്ലേ? സിറ്റുവേഷൻസ് പ്രധാനമല്ലേ, സാഹചര്യങ്ങൾ നമ്മൾ കണക്കിലെടുക്കണ്ടേ? അപ്പൊ നമ്മൾ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ നമ്മളൊരു നമ്മുടെ ആ ഒരു പോളിസിന്ന് കുറച്ച് മാറേണ്ട വരില്ലേ അങ്ങനെയാവുമ്പോ? ആരുടെ പോളിസി? അതായത് കൃഷ്ണാവബോധത്തിന്റെ ഇതില് ഭഗവാനാണ്, നമ്മള് ഭഗവാന്റെ കാര്യങ്ങള് ഭഗവാന്റെ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ചെയ്താൽ മതി, വേറൊന്നും നമ്മൾ ആചരിക്കണ്ട എന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അത് തന്നെയല്ലേ ചൈതന്യ മഹാപ്രഭുവും പറഞ്ഞു തരുന്നത്. അതേ ഭഗവാൻ തന്നെയല്ലേ ഈ ഭഗവത്ഗീത പറഞ്ഞത്, ഈ ശ്ലോകം? പക്ഷെ അതെ, ഭഗവത്ഗീത കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ചൈതന്യ ചരിതാമൃതത്തിലും മനസ്സിലാക്കണത്. അത് ശരി, അപ്പൊ നമ്മൾ ഇനി ഭഗവത്ഗീത വേണ്ട അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ക്ഷമിക്കണേ പ്രഭു, ഞാൻ ചോദിക്കാണ്. അല്ല, അതാണ് എപ്പോഴും നമുക്ക് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഗൈഡൻസ് ആവശ്യമുണ്ടെന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാവുന്നു, തെളിയുന്നു. പ്രാക്ടിക്കലി നമുക്ക് ഓരോ സിറ്റുവേഷൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ പറയും പ്രഭു ഒന്ന് പറഞ്ഞു, ഇന്നത്തെ ദിവസം ഈ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ന്യായീകരിക്കാൻ തുടങ്ങും. അങ്ങനെയല്ല. അപ്പൊ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ അല്ലേ? അതായത് ഒരു സമൂഹ ജീവിയായിട്ട് ഇരിക്കുമ്പോൾ സമൂഹത്തിന്റെ കാര്യങ്ങളും കൂടെ ചെയ്യാന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ് അല്ലേ? അങ്ങനെയും അതാണ് പ്രഭു എടുക്കാം. ഉദ്ദേശിക്കുന്നത്.
അങ്ങനെയും എടുക്കാം. ചിലപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നുണ്ടല്ലോ, യജ്ഞോദാനം തപശ്ചൈവ പാവനാനി മനീഷിണം. ഇവൻ ഉം, ഉം. നമ്മൾ ഭക്തന്മാരായിരുന്നാൽ പോലും നമുക്ക് ഈ പറയുന്ന യജ്ഞദാന തപകർമ്മങ്ങൾ നമ്മൾ ശുദ്ധീകരിക്കും. എങ്ങനെ ചെയ്താല്? അതേ കർമ്മങ്ങൾ മാറ്റുന്നില്ല, പക്ഷെ നമ്മൾ ഏത് ഭാവത്തോടെ ചെയ്യണം അത് അടുത്ത കൃഷ്ണ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 6-ാമത്തെ ശ്ലോകത്തിൽ, ഇപ്പൊ ഭഗവത്ഗീതയിൽ തന്നെ വായിച്ചതിന്റെ അടുത്ത ശ്ലോകത്തിൽ അത് പറയുന്നുണ്ട്, ഏത് ഭാവത്തിൽ ചെയ്യണം. വിത്തൗട്ട് അറ്റാച്ച്മെന്റ്, വിത്തൗട്ട് അറ്റാച്ച്മെന്റ് ഓർ എനി അതർ എക്സ്പെക്ടേഷൻ ഓഫ് ഏതാന്യവിധ കർമാണി സംഘം ത്യക്ത്വാ ഫലാനി ച കർത്തവ്യാനീതി മേ പാർത്ഥ നിശ്ചിതം മതമുത്തമം. ആസക്തിയോ ഫലോദ്ദേശമോ കൂടാതെ അനുഷ്ഠിക്കപ്പെടേണ്ടവയാണ് ഈ കർമ്മങ്ങൾ. ഹേ പാർത്ഥ, കർത്തവ്യ നിർവഹണം എന്ന നിലയിലാണ് അവ നിറവേറ്റേണ്ടത്. ഇതാണ് എന്റെ അന്തിമമായ അഭിപ്രായം. ഹരേ കൃഷ്ണ. അതിന്റെ ഭാവാർത്ഥം ഒന്ന് വായിക്കാൻ പറ്റില്ലേ? ഹരേ 6-ന്റെ കൃഷ്ണ. ഭാവാർത്ഥം വായിച്ചാല് മാതാജിയുടെ ഉത്തരം കിട്ടും. ഓക്കെ പ്രഭു. എല്ലാ ജ്ഞാനങ്ങളും പവിത്രമാക്കുന്നവ തന്നെ, എങ്കിലും ഫലം പ്രതീക്ഷിച്ചുകൊണ്ടാവരുത് അവയുടെ അനുഷ്ഠാനം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഭൗതിക ജീവിതത്തിന്റെ ഔന്നത്യത്തിനു വേണ്ടി ചെയ്യുന്ന യജ്ഞങ്ങൾ ത്യജിക്കണം. ജീവിതത്തെ പവിത്രീകരിച്ച് ആത്മീയതയിലേക്ക് ഉയർത്തുന്നവയെ ഉപേക്ഷിച്ചു കൂടാതാനും. കൃഷ്ണാവബോധത്തിലേക്ക് നയിക്കുന്ന ഏതു കർമ്മത്തെയും പ്രോത്സാഹിപ്പിക്കണം. ഭക്തിയുടെ ഭഗവത് സേവനത്തിലേക്ക് നയിക്കുന്ന ഏതു കർമ്മവും സ്വീകാര്യമെന്ന് ശ്രീമദ് ഭാഗവതം ഘോഷിക്കുന്നു. ഇതാണ് ധർമ്മത്തിന്റെ മികച്ച മാനദണ്ഡം. ഭക്തിയുടെ സേവനത്തിന് സഹായമാവുന്നതെന്തും യജ്ഞമായാലും ദാനമായാലും തപസ്സായാലും ഒരു ഭക്തന് സ്വീകാര്യമാണ്. ഹരേ കൃഷ്ണ പ്രഭു. അതായത് ഇവിടെ ജീവിതത്തെ പവിത്രീകരിച്ച് ആത്മീയതയിലേക്ക് ഉയർത്തുന്നവയെ ഉപേക്ഷിച്ചുകൂടാന്നാ പറയണത്. ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച പോലെ നമ്മളത് ചെയ്യുമ്പോൾ അത് നമ്മുടെ ആത്മീയതയിലേക്കുള്ള ഒരു സപ്പോർട്ട് അല്ലല്ലോ, ആണോ? ആയിരിക്കുമോ? അതായത് അല്ലാന്ന് നമുക്ക് തോന്നുന്നു. അതിനെ പറ്റി ഒരു മനസ്സാല് നമുക്ക് ടെൻഷൻ എടുക്കാൻ തോന്നുന്ന വിധത്തിലാണെങ്കിൽ നമ്മളത് ചെയ്യണം, അല്ലേ പ്രഭു? അല്ലെങ്കിൽ നമ്മൾ ചെയ്യണ്ട, അല്ലെ? എങ്ങനെ? അതായത് നമ്മളിപ്പോ ഒരു കർമ്മം, ഇപ്പൊ ഒരു പുല എന്ന് ഇത് തന്നെ പറയാം, ഇപ്പൊ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്, ഞാൻ കൃഷ്ണാബോധത്തിലാണ് എന്ന് പറഞ്ഞ് നമ്മളിപ്പോ ചെയ്യാണ്ടിരുന്ന് നാളെ നമുക്ക് തോന്നാണ് അന്ന് ചെയ്യായിരുന്നു എന്ന് പറയാൻ ഇടവരുത്തരുത്, അല്ലെ? അത് നമുക്ക് ചെയ്യണം, നമ്മുടെ മനസ്സിന് തൃപ്തിയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാം. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ മനസ്സിന്റെ തൃപ്തി എന്നല്ല ഇവിടെ പറയുന്നത്. അല്ല പ്രഭു, ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ആത്മീയ ഉന്നതിയിലേക്ക് ആചരിക്കുന്ന പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ആത്മീയതയെ ബാധിക്കില്ലേ? ഇതിനൊക്കെ ഒരു ഗൈഡ് വേണം, അത്രേ ഉള്ളൂ. ഒരു പ്രഭുവിനെ തന്നെ ഗൈഡാക്കിയിട്ടാണ് ഈ ചോദിക്കുന്നത്. ഹരേ കൃഷ്ണ. അതല്ല, നമുക്കൊരു സ്പെഷ്യൽ സിറ്റുവേഷൻ, ഓരോ സിറ്റുവേഷനും വേണ്ടി ഒരു ഗൈഡ് വേണം, അത്രേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് അത് ആരാണ് മരിച്ചു പോയത്, നമ്മുടെ വേണ്ടപ്പെട്ട ആളാണോ, അടുത്ത ആളാണോ, വേറെ അയൽപക്കത്തെ ആളാണോ, കുറെ ചോദ്യങ്ങളുണ്ട് ഇതിനകത്ത്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ വേണ്ടപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് ആചരിക്കാം, അല്ലെങ്കിൽ നമ്മളത് വേണ്ടാന്ന് വെക്കാനുള്ളതാണെങ്കിൽ വെക്കാം. അങ്ങനെയല്ലേന്ന് ഞാൻ ചോദിച്ചത്. അല്ല, ഏത് അടിസ്ഥാനത്തിലാണ് ആചരിക്കുകയോ വേണ്ടാതെ വെക്കുകയോ ചെയ്യുക? ഏത് അല്ലെ പ്രഭു, നമ്മള് 16 ദിവസത്തെ, ഞങ്ങൾക്കൊക്കെ 16 ദിവസത്തെ കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. പെൺകുട്ടി 16 എന്നുള്ളത് ഇപ്പൊ 10, 11 ആക്കി. പെൺകുട്ടികളും ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പോ ആ ഒരു ചടങ്ങ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ സമയത്ത് ഭഗവാന് സേവ ചെയ്യാനായിട്ട് പറ്റില്ല. നാമം പക്ഷെ ജപിക്കാൻ എന്താ? നാമം ജപിക്കണമല്ല, പ്രസാദം വെക്കാനൊക്കെ. അതിനെന്താപ്പോ നാമം ജപിക്കാൻ എന്താ തടസ്സം? അതുകൊണ്ടല്ലേ ഭഗവാന്റെ നാമം ജപിക്കുന്നതിന്റെ തടസ്സം ഇല്ലല്ലോ. അല്ല പ്രഭു, പ്രസാദം വെക്കണ കാര്യം ഞാൻ ചോദിക്കും. അല്ല, ഓഹോ, നമ്മുടെ നിലവാരം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. പ്രഭു അതെങ്ങനെയാ പറയണെന്നില്ല, നമ്മുടെ മനസ്സിലാവുണ്ട് പ്രഭു പറയണത്, എനിക്ക് മനസ്സിലാവും. അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ 100% ഭഗവാൻ രക്ഷിച്ചോളും, വേറൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ഇത് ചെയ്യണ്ട. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോഴും നമ്മുടെ ആചാരത്തിന്റെ വേണ്ടാന്ന് വെക്കണം. ഹരേ കൃഷ്ണ. അല്ല, വേണ്ടാന്ന് വെക്കുന്നതായിരിക്കരുത് നമ്മുടെ ഉദ്ദേശം. നമ്മൾ എന്ത് വേണ്ടാന്ന് വെക്കുന്നത് നോക്കി നടക്കുകയല്ലല്ലോ. നമ്മൾ ഇവിടെ പ്രഭുപാദ് എഴുതിയിട്ടുണ്ട്, നമ്മുടെ ഭക്തിക്ക് അനുകൂലമായിട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മളത് സ്വീകരിക്കണം. സമൂഹത്തിൽ നല്ലൊരു ഉദാഹരണമായിരിക്കുന്നതും ഭക്തിക്ക് നല്ല കാര്യമാണ്, ഇല്ലേ? അല്ലെങ്കിൽ പറയും ഹരേ കൃഷ്ണക്കാര് ഇവിടെ ഉർമിള സേവനി മാതാജി ഒന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുന്നോ? ചിലപ്പോ
ഡീറ്റെയിൽസ് പറയണ്ട, പക്ഷെ ചിലപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഒരു വീട്ടിന് ചില സ്ഥലങ്ങളിൽ എന്താണ് മരണം സംഭവിക്കുന്നു, നമ്മൾ ഡിവോട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ മാനിക്കാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഫലം? സമുദായത്തിലെ ഈ ഹരേ കൃഷ്ണ തന്നെ ഇസ്കോണിനെ ക്രിട്ടിസൈസ് ചെയ്യും. ഒറ്റപ്പെട്ടു പോകുന്നു. ഒറ്റപ്പെടുന്നതിനേക്കാൾ സമുദായത്തെ ക്രിട്ടിസൈസ് ചെയ്യില്ലേ? ഇസ്കോൺകാരായി കഴിഞ്ഞാൽ ഒന്നും വേണ്ട, അവര് എങ്ങനെയാണെന്നുള്ള ഒരു, അതായത് പിന്നീട് ഭക്തിയിലേക്ക് വരാനുള്ള, അവരെ ഭക്തിയിലേക്ക് കൊണ്ടുവരാനോ ചെയ്യാനോ ഉള്ള ആ ഇത് പോവുകയാണ്, സാഹചര്യം പോവുകയാണ്. മാത്രമല്ല വിശ്വാസം കുറയും, ഇതിനോടുള്ള വിശ്വാസം കുറയും. അത് ചെയ്യാതിരിക്കരുത്. ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. നമ്മൾ അങ്ങനെ ഒരു കംപ്ലീറ്റ് കൃഷ്ണ കോൺഷ്യസിൽ സീരിയസ് ആയി, കൃഷ്ണ കോൺഷ്യസിൽ ഫുള്ള് നമ്മൾ സർവ്വധർമാൻ പരിത്യജ്യ എന്നുള്ള ഇതിൽ വരാത്തത് കൊണ്ട് ചെയ്യാനുള്ളതെല്ലാം നമ്മൾ ചെയ്യുക തന്നെ വേണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എല്ലാം ചെയ്യണം, ഒന്നും ഒഴിവാക്കരുത്. അതിൻ്റെ കൂടെ കൃഷ്ണ കോൺഷ്യസും നമ്മൾ കൊണ്ടുവരണം. അപ്പോഴേ സമുദായത്തിനും സൊസൈറ്റിക്കും അവരൊന്നും ഒഴിവാക്കിയിട്ടല്ല ചെയ്യുന്നത്, ഇത് സുപ്രീം ആണെന്നുള്ളതും കൂടി നമ്മൾ അതിൽ ആഡ് ചെയ്യുകയാണെന്നുള്ളത് മനസ്സിലാക്കി പിന്നെ അവരായിട്ട് വരുമ്പോൾ താനേ ഇതായിക്കോളും. നമ്മളും ആ ഒരു ലെവലിൽ തന്നെ, ഇപ്പം നമ്മൾ പ്യുവർ ഡിവോട്ടി ആയിട്ടില്ലാത്തത് കൊണ്ട് എല്ലാം ചെയ്യേണ്ടത് ചെയ്യുക തന്നെ വേണം എന്നുള്ളതാണ് ഞാനും മനസ്സിലാക്കിയിരിക്കുന്നത്. അതെ, ഒരു പരിശുദ്ധ ഭക്തനൊന്നും ആവശ്യമില്ല, പക്ഷെ നമ്മളതായോ എന്നുള്ള ചോദ്യമുണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ, ഇനിയിപ്പോ നിർത്തിയാലോ അതോ? നിർത്താം, പ്രഭുവിന്റെ ടൈം ആയില്ലേ? നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ഹരേ കൃഷ്ണ. പഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ കൂടി വൈഷ്ണവ ഭക്ത വൃന്ദ की जय, श्रील प्रभुपाद की जय, देव जय गौर प्रेमानंदे, हरि हरि।